നേരത്തെ ഈ ജ്ഞാനത്തിൻ്റെ ഒരു നൈരന്തര്യം പോകുമെന്നുള്ള ഭയം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പം ധാരാളം പുസ്തകങ്ങൾ, 50 ലക്ഷം പുസ്തകങ്ങളെ നമുക്ക് ഇനി തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് ചെയ്യാനുള്ള പുതിയ തലമുറ ഈ മേഖലയിലേക്ക് എങ്ങനെ കടന്നു വരണം, അവർക്ക് എന്താ ഒരു വഴി എന്നുവെച്ചാൽ ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ എഫർട്ട് വെർത്തിയാണ്, ഇത് ചെയ്യേണ്ടതാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഇതെങ്ങനെയാണ് പുതിയ തലമുറ ഓരോ ഇപ്പോൾ അവരൊരു കരിയർ ആസ്പയർ ചെയ്യുമ്പം ഇതാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതാണ് എൻ്റെ ധർമ്മം, ഇതാണ് ഞാൻ ചെയ്തെടുക്കേണ്ടതെന്ന രീതിയിൽ അവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ ഇതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക? എനിക്കിപ്പോൾ ആയുർവേദത്തിൻ്റെ ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ ആയുർവേദ ഉദാഹരണമാക്കി എടുത്താൽ, അപ്പോൾ എൻ്റെ ഫീൽഡ് ആയുർവേദം അല്ലെങ്കിൽ പോലും ഞാൻ ആയുർവേദത്തിൽ തന്നെയാണ്, അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്ത്യയിൽ സിലബസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം CCMൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ച സിലബസ് 75 താഴെയുള്ള പുസ്തകങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ മാക്സിമം. അതിൽ 35 റെഫറൻസ് ആയിരിക്കും, ബാക്കിയുള്ളൊരു 15-20 മാധവധാനം, ഭാവപ്രകാശം, ചരകം, സുശ്രുതം, അഷ്ടാംഗത്രയം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കൂട്ടിക്കൊണ്ട് 15-20. അത് തന്നെ പൂർണ്ണമല്ല, നമ്മൾ ആ സിലബസിൽ പൂർണ്ണമല്ല, ബാക്കി കുട്ടികൾ പഠിക്കുകയും ചെയ്യും. ഇനി പഠിച്ചാൽ പൂർണ്ണമായി പഠിച്ചാൽ 50 പുസ്തകം, അതിൽ കൂടുതൽ ഒരു ആയുർവേദ ഡോക്ടർ ജീവിതത്തിൽ പഠിക്കുന്നില്ല. ടോട്ടൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഈ 50 പുസ്തകം ഇല്ലെങ്കിൽ റെഫറൻസ് ചെയ്തിരിക്കുന്ന 100-150 ഹയസ്റ്റ് 500 പുസ്തകം നോക്കിക്കോളൂ. ഈ 500 പുസ്തകം വെച്ചിട്ടാണ് ഇന്ത്യയിലെ ഈ 130 കോടി ജനങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇത്രയധികം പോസിറ്റീവായിരിക്കുന്ന ഔട്ട്പുട്ട് കൊടുക്കുന്നത്, ആണല്ലോ. ദെൻ തിങ്ക് അബൌട്ട് ഇറ്റ്, 5 to 10 lakhs ബാലൻസ് ബുക്സ് ആർ ദെയർ. അങ്ങനെയാണെങ്കിൽ ഈ 10 ലക്ഷം പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചോളണം, 75 പുസ്തകത്തിൻ്റെ ഔട്ട്പുട്ടാണ് ഇന്ന് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഇന്ത്യയിലും ഇന്ത്യയല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ ആയുർവേദം എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മളുടെ മുമ്പിലുള്ള കുട്ടികളുടെ പരിമിതി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് അറിയില്ല. 80 മുതൽ 90% സാൻസ്ക്രിറ്റ് ബേസ്ഡാണ് പുസ്തകം, ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ലാംഗ്വേജ് ബാറുണ്ട്. അപ്പോൾ അവരിത് പഠിക്കാത്ത കാലത്തോളം നിങ്ങൾക്കിനി പുതിയതായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തെ നോക്കുകയാണെങ്കിൽ നോക്കൂ, കൗമാരവൃത്യം കഴിഞ്ഞു, ഇവിടുത്തെ ഗംഗാരവൈദ്യരോട് കഴിഞ്ഞ് കൗമാരവൃത്യം കഴിഞ്ഞു, വിഷവൈദ്യം അഗതം കേരളത്തിലില്ല, ഇല്ലാതെയായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ഇതൊന്നും ഗ്രന്ഥങ്ങളിൽ ഇല്ലാഞ്ഞിട്ടോ പഠിക്കാഞ്ഞിട്ടോ അല്ല, ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട്. ആര് പഠിക്കും? കശ്യപീയം ഗ്രന്ഥം പൂർണ്ണമായിട്ട് ഇന്ന് എത്ര സ്ഥലത്ത് അറിയാം? ലഘു മാത്രമേ ഉള്ളൂ. ബൃഹത് കശ്യപീയം ആർക്കും അറിഞ്ഞൂടാ, ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഈ ഗ്രന്ഥം പുറത്തു വന്നാൽ എത്രമാത്രം വ്യാപകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്, ഉള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബേസിക് സബ്ജക്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള. നിങ്ങളുടെ സബ്ജക്റ്റിൽ 100%-ൽ 85% നിൽക്കുന്നത് സംസ്കൃതത്തിലാണെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം സംസ്കൃതം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലേക്ക് അതിന് റിസർച്ച് ചെയ്ത് പുതിയത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് 10 വർഷമായിട്ട് പാലകാപ്യമാണ്. ആന ചികിത്സയിൽ 33 കൺട്രീസിൽ ആനയുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് അതിനെ ബേസ് ചെയ്തിരിക്കുന്ന പാലകാപ്യം എന്നൊരു പുസ്തകം ലഭ്യമുള്ളൂ, വേറെ ഒരു സ്ഥലത്തുമില്ല. ഇന്നും ഉപയോഗിക്കുന്നതെല്ലാം വെറും പേപ്പേഴ്സ് മാത്രമാണ്. രാമായണകാലികമായിരിക്കുന്ന പാലകാപ്യം 1876 നിർണയസാഗര പ്രസ് സംസ്കൃതമായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒറ്റ ട്രാൻസ്ലേഷൻ പോലും ഇന്ന് ലഭ്യമല്ല. ഞങ്ങൾ 12 വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ പദാനുപദം എടുത്തത്. എൻ്റെ ചോദ്യം, ഇത്രയധികം വ്യാപകമായിരിക്കുന്ന ഒരു ഗ്രന്ഥവും ചരകത്തിനേക്കാട്ടിലുപരി നിൽക്കുന്ന തരത്തിൽ വ്യാഖ്യാനവും നന്നായി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ പാലകാപ്യത്തിൽ. എന്തുകൊണ്ടൊരു ആയുർവേദ വിദ്യാർത്ഥിക്ക് തിരിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല? ചരകത്തിനേക്കാട്ടിലും മുകളിലാണ് പാലകാപ്യത്തിലെ വിഷയവിവരണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിഹാരം പറയുന്നു നോക്കിയോ. ഇപ്പോൾ പാലകാപ്യകാരം ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കാരണം പറയും. വാതപിത്തകങ്ങൾ എന്ത് കാരണം കൊണ്ടിട്ടാണ് രോഗം വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ രോഗകാരണം പറഞ്ഞ് ആ രോഗത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ പറഞ്ഞതിന് ശേഷം അതിനൊരു യോഗം പറയും. ആ യോഗം പറ്റിയില്ല എങ്കിൽ ഇന്ന കാരണം കൊണ്ടായിരിക്കും ഈ യോഗം പറ്റാത്തത്, അതുകൊണ്ട് അടുത്തൊരു യോഗം പറയും. ആദ്യത്തെ യോഗത്തിൽ നിന്നും ഈ രണ്ടാമത്തെ യോഗത്തിന് എന്താ വ്യത്യാസം സ്പഷ്ടമാക്കും. ഇങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇല്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതും ഓരോ സ്ഥലങ്ങളിലാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കാലങ്ങൾക്ക് മുമ്പ് ഇന്ന് പോലും സ്കാനിങ് ഇല്ല ആനയ്ക്ക്. അപ്പോൾ അവിടെ മർമ്മവിദ്ധം ഉൾപ്പെടെയുള്ള ഓരോ മർമ്മങ്ങളെയും ശരീരസ്ഥാനങ്ങളെയും 512 സ്ഥാനങ്ങളെയും പറഞ്ഞ് അതിൻ്റെ ഓപ്പറേഷൻ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു 100 വർഷമൊന്നും വേണ്ട, 50 വർഷം മുമ്പ് ചെയ്യുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ 50 ആന ശരിയിലായിരുന്നു. ഇത് തന്നെ പശുവിൻ്റെ ഉണ്ട്, ഇത് തന്നെ കുതിരയ്ക്കും ഉണ്ട്.
എന്തുകൊണ്ട് നമുക്ക് പറ്റണില്ല? കുട്ടികളില്ലാഞ്ഞിട്ടല്ല. അതിനെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ BAMS സ്റ്റുഡൻസും ബാക്കിയുള്ളവരും MD കഴിഞ്ഞ സ്റ്റുഡൻസും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെന്നും നമ്മളുടെ കയ്യിൽ ആയുധം ഇല്ലാഞ്ഞിട്ടല്ല, ആ ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത കാലത്തോളം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ആയുർവേദ എക്സ്പേർട്ടാണ്, ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ മരുന്ന് കൊടുക്കില്ല. കാരണം ഞാൻ അതോറിറ്റി അല്ല. നിങ്ങൾ പഠിച്ചാലേ അത് നടക്കും. അതിന് പഠിപ്പിക്കണമെങ്കിൽ BAMSകാർക്ക് ഇത് വിവരണം കൊടുക്കണം. ഇന്ന കാരണങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചേ പറ്റുന്നു കൊണ്ടുവരണം. പഠിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെ ഗുണമുണ്ടാകും. വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന അക്കാഡമിക് ആക്ടിവിറ്റികൾ വൈയാകരണന്മാർ ഒരുമിച്ചിട്ട് സമ്മേളനം നടത്തും, ആയുർവേദക്കാർ ഒറ്റയ്ക്ക് വേറൊരു സമ്മേളനം നടത്തും. അങ്ങനെ എല്ലാവരും അവനവൻ്റെ വഴിക്ക് സമ്മേളനം നടത്തിയാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനില്ല. ബേസിക്കലി നടക്കേണ്ടത് ഇന്റർ ഡിസിപ്ലിനറി ഡിസ്കഷൻസ് ആണ്. നോക്കൂ, ഞാൻ എത്ര ആയുർവേദം പഠിച്ചാലും, ഇപ്പോൾ ഞാൻ ഒരുപാട് പേര് നിർമ്മല സ്വാമിജിയുടെ കൂടെ നിന്നിട്ടുണ്ട്, വൈദ്യമഠത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് മരുന്ന് കൊടുക്കാനുള്ള യോഗ്യതയല്ല. മരുന്ന് കൊടുക്കേണ്ടത് നിങ്ങളാണ്, അതോറിറ്റികൾ. അപ്പോൾ നിങ്ങൾക്കിനി ഇത് മുഴുവൻ പഠിച്ചിട്ട് വരിക എന്ന് പറയുന്നത് സാധ്യമല്ല. നമുക്ക് ആകെ വേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് ഇന്ന അർത്ഥങ്ങളാണ്, ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടിക്കലിലേക്ക് എങ്ങനെ കൊണ്ടുവരും നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം ഗ്രന്ഥങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങും. അതിൻ്റെ ട്രാൻസ്ലേഷനും ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടെ വന്നാൽ ലോകം മുഴുവൻ എത്തി. അത്രയും ചെയ്താൽ മതി. അതിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഒരു സംസ്കൃത വിദ്യാർത്ഥി ആയാലും ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കയറാൻ എന്നെ സ്വീകരിക്കില്ല. താനെന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ചോദിക്കും. ഇനി ആയുർവേദ അധ്യാപകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങൾക്ക് സംസ്കൃതത്താൻ എന്നെ പഠിപ്പിക്കേണ്ടതെന്ന് പറയും. ഈ രണ്ടിൻ്റെ ഇടയിലാണ് ശാസ്ത്രം നശിക്കുന്നത്. അതിന് പകരം ഈഗോ മാറ്റി വയ്ക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്നതും ലോകഹിതത്തിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും ലോകഹിതത്തിലും, ഇത് രണ്ടും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ തയ്യാറായാൽ കളി ജയിച്ചു. പറ്റും. ഭയങ്കര ഈസിയാണ് സബ്ജക്റ്റ്. പക്ഷേ ഇരിക്കാനായിട്ട് ഗുരുനാഥന്മാർ വേണം, നിങ്ങളമാർ പ്രാക്ടിക്കൽ ചെയ്യുന്ന ഇന്നത്തെ അക്കാഡമീഷ്യൻസ് വേണം. എല്ലാവരും അവരുടെ ഈഗോ മാറ്റി വെച്ച് ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായാൽ നമ്മൾ കളി ജയിച്ചു. അതില്ല എന്നതാണ്. ആയുർവേദത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും നമ്മൾ ഇന്നലകളിൽ പറഞ്ഞിരിക്കുന്ന സാധനത്തെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്നല്ലാതെ പുതിയതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ, എൻ്റെ അനുഭവത്തിൽ.